ആയിപ്പോട്ടാ സുധാകരനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എടുത്ത് വലിച്ച് പുറത്തിടണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആന്റണിയെ പോയി കണ്ടു. ആന്റണിയെ പോയി കണ്ട് ഇപ്പോൾ നല്ല ഒന്നാന്തരം ഒരു പണി സോണിയാഗാന്ധി വഴി ഇങ്ങ് കയറി പോന്നിട്ടുണ്ട്. അതെന്താണ്? അതായത് ഇതിലിപ്പോൾ നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, ചുമ്മാ ഇരുന്ന സ്ഥലത്ത് ചുണ്ണാമ്പ് തേച്ചെന്ന് പറയില്ലേ. അതായത് ഇവരൊരിക്കലും കരുതിയില്ല. അതായത് കെ സുധാകരനെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഈ കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയും, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, അതിന് മുമ്പൊക്കെ തന്നെ അദ്ദേഹത്തിനെ മാറ്റണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ടേ ഇരുന്നു, ലോകസഭയ്ക്ക് മുമ്പേ തന്നെ. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സുധാകരന് ഈ കണ്ണൂർ, കോഴിക്കോട് ആ ഏരിയയിലൊക്കെ കുറേയധികം ഫാൻ തന്നെ ഉണ്ട്, കോൺഗ്രസിനകത്ത് കുറേ ഫാൻസ് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ പോലീസ് സ്റ്റേഷനകത്ത് കണ്ണൂർ ഇടിച്ചു കയറി ഇപ്പൊ നമ്മളൊരു പരാതിയായിട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരാതിക്ക് തന്നെ വേറെ ഒരു കോൺഗ്രസ് നേതാവും ചെയ്യാത്ത കാര്യം ചെയ്യുന്ന ഒരാളാണ് സുധാകരൻ. ജനകീയനാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ജനകീയനായ സുധാകരനെ അവരെടുത്ത് പിണറായി വിജയന് ബദലായിട്ട് വെച്ചിട്ട് ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചില്ല AICCക്കെതിരെ അദ്ദേഹം ഇങ്ങനെ ഒരു ശബ്ദമുയർത്തുമെന്ന്. തൻ്റെ ആരോഗ്യത്തെയാണ് അവർ പറയുന്നത്, അത് വെറുതെയാണ്, തന്നെ മൂലക്കിരുത്താനാണെന്നൊക്കെ ഏഷ്യാനെറ്റിന് വരെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അത് അഭിമുഖം കൊടുത്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അത്. കൂടാതെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ഈ കോൺഗ്രസിനകത്തൊരു വിഷയമുണ്ട്, ഈ ഭൂരിപക്ഷ അഭിപ്രായം. അതായത് ഇപ്പം കെ സുധാകരനെ മാറ്റണമെന്നൊരു 60% നേതാക്കൾ രണ്ടാം നിരയിൽ തുടങ്ങിയുള്ള പലരുടെയും കാര്യം ജാതി സമവാക്യങ്ങളുടെ ഇത് കണ്ടുകൊണ്ടാണ് ആന്റണിയുടെ പേര് പറയുന്നത്, ബെന്നി ബെഹനാന്റെ പേര് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സംഘടനയുടെ നേതാവ് പിന്നെ ജാതി സമവാക്യങ്ങൾ ക്രിസ്ത്യൻ പറയുമ്പോൾ, ക്രിസ്ത്യനോട് ഇപ്പോൾ BJPക്ക് കുറെ പോയി, അതാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത്. അത് പറയുമ്പോൾ ഒന്നുകിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കാര്യം പെരുന്നയിൽ പോയി കണ്ടു കഴിഞ്ഞ ശേഷം രമേശിൻ്റെ കൂടെ സുകുമാരൻ നായർ അപ്പാപ്പനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം കുളിച്ചു കയറി ഇരിക്കുന്നത്, ഇവർക്ക് ഒന്നും നഖം നനയാതെ നത്ത പിടിക്കുക എന്ന് പറയും. ആ ഒരു പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു സമരമില്ല, ഒരു പ്രതിഷേധമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. സമരങ്ങൾ നടത്തേണ്ടതല്ലേ. ഇപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ യാത്ര ഈ 4 വർഷത്തേക്ക് നടത്തുന്നത്, എവിടെയെങ്കിലും ഒരു പ്ലേ കാർഡോ എവിടെയെങ്കിലും ഒരു പദയാത്രയോ ഞാനോ പ്രീതയോ കണ്ടോ, അല്ലെങ്കിൽ ഈ സമൂഹം കണ്ടോ? ഇല്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പദയാത്രയെങ്കിലും കണ്ടോ? ഇല്ല. ഒരു 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ യാത്ര നടത്തിയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് സുധാകരനായിട്ട് ഇവരിങ്ങനെ തീ കോരിക്കൊണ്ടിരുന്നത് കോൺഗ്രസിൽ എപ്പോഴും അങ്ങനെയാണ്. കുറച്ച് നാൾ മന്ദഗതിയിൽ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രൂപ്പുകാർക്ക് കുരുപൊട്ടും. അങ്ങനെ കുരുപൊട്ടി പറഞ്ഞപ്പോഴത്തേക്ക് സുധാകരൻ നേരെ ചെന്ന് കയറി കൊടുത്തത് ആന്റണിയുടെ അടുത്താണ്. ആന്റണിക്കപ്പുറം, ആന്റണിക്കുള്ള ബന്ധത്തിനപ്പുറം ഒരിക്കലും മറ്റാർക്കും AICCയിൽ ഇല്ല. അതായത് സോണിയയുടെ കിച്ചൺ ക്യാബിനറ്റിലെ ഏറ്റവും നല്ല പാചകക്കാരനാണ് AK ആന്റണി. അങ്ങനെ പാചകക്കാരനായ AK ആന്റണി വിളിച്ച് പിന്നെ സോണിയയോട് പറഞ്ഞു, ഇന്നതുപോലെ ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ്, നാറ്റിക്കരുത്, ഇലക്ഷൻ വരാറായി. അതായത് ഇതോടുകൂടി സോണിയാഗാന്ധി കൊടുത്ത മറുമരുന്ന് എന്ന് പറയുന്നത് തിരിച്ചവർക്ക് പണിയായി, പുനഃസംഘടനയാണ്. അതെ. അതായത് ഈ പറയുന്ന ദീപാദാസ് എന്ന് പറഞ്ഞുകൊണ്ട്, ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഗ്രേഡ് നേതാവ്, ഇപ്പൊ ഗുലാം നബി ആസാദിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരാണ് കേരള ഘടകത്തെ നോക്കാനായി AICC നേരത്തെ നിയോഗിച്ചിരുന്നത്. അപ്പൊ ഗുലാം നബി ആസാദിനെ പോലെയുള്ള വലിയ വലിയ ആൾക്കാരെയൊക്കെ വിട്ടിട്ട് ഈ പറയുന്ന സെക്കൻഡ് ഗ്രേഡ് നേതാവായ ദീപാദാസ് മുൻഷിയെ കൊണ്ടുവച്ചപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ പറയുന്ന ഒരു സെക്കൻഡ് ഗ്രേഡോ അല്ലെങ്കിൽ കാര്യങ്ങളുടെ ഒരു കറക്റ്റ് ഗ്രഹിക്കാത്തയോ ഏതെങ്കിലും നേതാക്കളാണെങ്കിൽ അവനെ കയറി പെട്ടെന്ന് ചെവി കടിക്കാനും അവന്റെ തലച്ചോറ് ചൂഷണം ചെയ്യാനും ഇവർക്ക് ഭയങ്കര കഴിവാണ്. പെട്ടെന്ന് വഴുതി വീഴാൻ സാധ്യതയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടുത്തെ കേരളത്തിൽ ബുദ്ധി കൂടുതലാണല്ലോ, അതും വക്രബുദ്ധി. അങ്ങനെ ഈ പറയുന്ന പോലെ ദീപാദാസ് മുൻഷിയെ ഹൈജാക്ക് ചെയ്താണ് ഇങ്ങർക്ക് കുരുവാണ്, ഇങ്ങർക്ക് നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല എന്ന് ഇല്ലാത്ത അസുഖം അങ്ങനെ പറഞ്ഞുണ്ടാക്കി. പിന്നെ ഇതിനകത്ത് വേറൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു അല്പ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന സുധാകരനെ സംബന്ധിച്ച് ഒരു അല്പ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ നയിക്കാൻ പറ്റാത്തത്ര വീണു പോകുന്നൊന്നുമില്ല. എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ലോക്സഭയിൽ മത്സരിക്കാൻ വിടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ AK ആന്റണി പറയുന്നു, സംഭവം ഇത് ചെറിയ രീതിയിൽ, അതായത് ഒരു മുറിവ് വന്നപ്പോൾ മേളിൽ വെച്ച് മരുന്ന് വെച്ച് ഉണക്കി അതിന് മൊത്തത്തിൽ ഇരുന്ന് വൃത്തിയാക്കാതെ, ഒരു മുറിവ് വരുമ്പോൾ നമ്മൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ടാണ് മരുന്ന് വെക്കുന്നത്. ഇതങ്ങനെയല്ല. ഉപരിതലത്തിൽ മരുന്ന് വെച്ച് മൂടി വെച്ച് അങ്ങ് പോകാന്ന് വിചാരിച്ചു. അപ്പൊ പരിക്ക് അങ്ങ് താഴെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഏത് ഭാഗമാണോ അത് അങ്ങ് നശിച്ചു പോകത്തില്ല. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ആകെ മൊത്തം കുഴപ്പമാണ്,
നിങ്ങളിത് മൊത്തത്തിൽ അഴിച്ചു പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ അതായത് തലവേദനയാണ് ഈറ്റുങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു. അതെ, എന്ന് വെച്ചാൽ ഇവിടെ ഇവരെയൊക്കെ കാരണം തലവേദന കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പോംവഴി ഉണ്ടാക്കേണ്ടത് DCC തലം മുതൽ, അതായത് ജില്ലാ ഡിസ്ട്രിക്ട് കമ്മിറ്റി, അതായത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുതൽ അങ്ങേയറ്റം ബ്ലോക്ക് വരെ എല്ലാം നിങ്ങൾ ഒരുമിച്ച് നടത്തി ഇവനെയൊക്കെ പൊളിച്ചടുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ AK ആന്റണിയെ ഇന്നലെ കാണുമെന്ന് അവസാന ശ്രമമാണ് കെ സുധാകരൻ വന്ന ഒരു ആമിട്ട്. കാര്യം കെ മുരളീധരന്റെ പ്രത്യേകത, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, എനിക്ക് പെട്ടെന്ന് വിഷയം മാറിപ്പോയതാണ്. കെ മുരളീധരന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഒരു 60% ഉണ്ടെങ്കിൽ അതിലൊരു ബദൽ സംസാരിക്കുക, അതാണ് കെ മുരളീധരന്റെ പ്രത്യേകത. കാര്യം കെ മുരളീധരന് ഒരുപാട് ചുരുക്കുകൾ, തനിക്ക് വേണ്ട സ്ഥാനം കിട്ടുന്നില്ല എന്ന കാര്യത്തിൽ കെ മുരളീധരനുണ്ട്. ഒന്ന്, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ കൊണ്ടുപോയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം മോഹിപ്പിച്ച് അന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, ബലാബലം Aയും Iയും ആയിരുന്നു ബലാബലം. ഇന്ന് Aയും ഇല്ല Iയും ഇല്ല. ഇന്ന് ആകെ ഒരു VD സതീശൻ ഗ്രൂപ്പും പിന്നെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കർവ് കെ മുരളീധരനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ മുതൽ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിനെ നിർത്തി തോപ്പിച്ച മുതൽ പിന്നെ അദ്ദേഹം വടകര ജയിച്ച്, വടകര നിന്നും അദ്ദേഹം മര്യാദയ്ക്കുന്ന അദ്ദേഹത്തിനെ പിടിച്ച് വീണ്ടും തൃശ്ശൂർ നിർത്തി, തൃശ്ശൂർ തോറ്റു, അത് തോപ്പിച്ച് അദ്ദേഹം ഇനി പറയാനും വാചാലനാവാനും ഒന്നുമില്ല, സ്ഥലവും കാലവും ബോധവും ഒക്കെ നഷ്ടപ്പെട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള കെ മുരളീധരനൊക്കെ ഈ വിഷയങ്ങൾ വരുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തിന് മറുത്തൊരു അഭിപ്രായം പറയും. അത് ഹാസ്യാത്മകനെയായിരിക്കും പറയുന്നത്. അങ്ങനെ അത് കുറുക്കിക്കൊള്ളണം ഹാസ്യാത്മകത. അപ്പം ഇതിൽ കെ മുരളീധരൻ പറഞ്ഞ ഒരു വർത്തമാനം വളരെ കറക്റ്റാണ്. കെ മുരളീധരൻ പറഞ്ഞു ഇദ്ദേഹത്തിന് മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല, അത് അദ്ദേഹത്തുള്ള കൂറുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ VD സതീശൻ കളിക്കേണ്ട എന്ന് തന്നെ മനസ്സിൽ കരുതിയിട്ടാണ് കളിച്ചത്. പിന്നെ VM സുധീരൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണം നാശിച്ച് നാരായണക്കല്ലി കീഴിക്കൊടുത്ത ഒരു KPCC പ്രസിഡന്റാണ്. ആദർശം എടുത്ത് മുന്നേ പിടിച്ചുകൊണ്ട് ഭരണത്തിന് ഒരു തരത്തിൽ അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ നശിപ്പിച്ച് നാരായണക്കല്ലിൽ കയറിയൊരു നേതാവാണ്. പിന്നെ ഈ VM സുധീരൻ, പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പള്ളി തന്നെയാണ് അദ്ദേഹത്തിന് ഇടങ്കോറുണ്ടാക്കിയത്. ഈ KC വേണുഗോപാലിനെയൊക്കെ കേന്ദ്രത്തിലെ നേതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ മുല്ലപ്പള്ളി രാമേന്ദ്രനാണ്. അദ്ദേഹവും ഇപ്പോൾ സടകൊഴിഞ്ഞ സിംഹമാറ്റി ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള സടകൊഴിഞ്ഞ സിംഹങ്ങളെല്ലാം കെ സുധാകരനെ സപ്പോർട്ട് ചെയ്യും. കാര്യം അവർക്ക് ഇനി ഇതിലൊന്നുമില്ല. അവരൊക്കെ ഇനിയിപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ യുവാക്കൾ ഇങ്ങനെ പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഒരു കൂട്ടം പറയുന്ന റിട്ടയർമെന്റിലേക്ക് പോകുന്ന ആൾക്കാർ, കയറി വരുന്ന ആൾക്കാർക്ക് ഇട്ട് ഒരു പണി കൊടുത്തിട്ട് പോകുന്നത് എല്ലാ മേഖലയിലുള്ളതുപോലെ ഒരു പണി കൊടുക്കാൻ വേണ്ടി സുധാകരന്റെ ഈ പണി കാര്യത്തിൽ ഏക്കുമോ? സുധാകരന്റെ ഈ പണി കോൺഗ്രസിന് തലവേദന തന്നെയാകും. കോൺഗ്രസിന് തലവേദന എന്ന് പറഞ്ഞാൽ ഒന്ന്, പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഒരു നിഗമനം എന്ന് പറയുന്നാൽ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ AK ആന്റണി DCC തലത്തിൽ എന്ന് പറയുമ്പോൾ ഒരു 6 മാസം 7 മാസവും കൂടെ കെ സുധാകരൻ പ്രസിഡന്റായി തന്നെ ഇരിക്കാനാണ് സാധ്യത. DCC എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല. DCC എന്ന് പറയുമ്പോൾ ജില്ലാ തലം മുതൽ ബ്ലോക്ക് തലം മുതൽ തിരഞ്ഞെടുപ്പ് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ബ്ലോക്ക് തലം മുതലുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സുധാകരന്റെ ആവശ്യം പോലെ തന്നെ നടക്കും. സോണിയാഗാന്ധി പറയുന്ന ഈ മറുമരുന്ന്, അതെ, അത് ഏക്കുക തന്നെ. അത് ഏക്കുമ്പോൾ സുധാകരനെ അവർക്ക് ഇരുത്തേണ്ടി വരും. സുധാകരൻ ഏറ്റവും കുറഞ്ഞത് ഇനിയും ഒരു 5 മാസമോ 6 മാസമോ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെയും അത് തന്നെയായിരുന്നു സുധാകരന്റെ നീക്കവും എന്നേ നമുക്കിതിൽ പറയാനുള്ളൂ.